പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. ഇനി ഞാനും ഒന്ന് പരീക്ഷിച്ചളയാം, നാരായണത്ത് പറഞ്ഞു. അദ്ദേഹം ഒരു ചെടിക്കമ്പെടുത്തു. 3 പൊട്ടിച്ചു. 3 കഷ്ണങ്ങൾ ഉയർത്തിപ്പിടിച്ചു. പെട്ടെന്നത് മണ്ണിലിട്ടു. ആ കഷ്ണങ്ങളിൽ കാർക്കിച്ചു തുപ്പി. 3 ഒന്നായി. നാരായണത്ത് അത് പൊക്കിയെടുത്തു. പാക്കനാർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മനസ്സിലായി. ഇവിടുന്ന് പുറത്തേക്ക് തുപ്പിയത് ജ്ഞാനമായിരുന്നു. ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടായാൽ പോരാ, മനുഷ്യന് ജ്ഞാനം കൂടി വേണം. എന്നാലേ പൂർണ്ണമാവൂ. ഇവിടുന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായി. 2 പേരും പരസ്പരം നോക്കി നിന്നു. പെട്ടെന്ന് പാക്കനാർ നാരായണത്തിനെ ആലിംഗനം ചെയ്തു. പരസ്പരം അറിയാതെ തന്നെ അവർ സഹോദര സ്നേഹത്തിൻ്റെ ശൃംഖലയിലെ കണ്ണികളായി മാറുകയായിരുന്നു. ഇന്ന് എൻ്റെ ചാളയിലേക്ക് വരുന്നോ? പാക്കനാർ ചോദിച്ചു. വരാം. ചോറ് തരുമോ? പറയന് ചോറ് തരാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ കഞ്ഞിയാവും. നല്ല ചമ്മന്തി ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവും, അത് തീർച്ചയാണ്. ചമ്മന്തി മാത്രമേ ഉണ്ടാവൂ എന്നുണ്ടോ? കഞ്ഞി ഉണ്ടാവില്ലെന്നുണ്ടോ? ഞാൻ തോറ്റിരിക്കുന്നു. നാരായണത്തിനോട് തോറ്റിരിക്കുന്നു. നമുക്ക് പോവാം. 2 പേരും കൈപിടിച്ചു നടന്നു. അർത്ഥസമ്പുഷ്ടമായ അവരുടെ സംഭാഷണം ശ്രദ്ധിക്കാനെന്നോണം മരച്ചില്ലകൾ ചലിക്കുന്നുണ്ടായിരുന്നു. മേളത്തോൾ അഗ്നിഹോത്രി ഉച്ചഭക്ഷണവും കഴിഞ്ഞ് ഉമ്മറത്ത് വന്നിരുന്ന് മുറുക്കുകയാണ്. അതാ വരുന്നു. നങ്ങേലി അന്തർജനം അകത്തുനിന്ന്. കലി തുള്ളിക്കൊണ്ടാണ് വരവ്. എന്താ നങ്ങേലി, എന്തിനാ ദേഷ്യപ്പെട്ടിരിക്കണേ? മേളത്തോൾ ചോദിച്ചു. ആ തന്തപ്പുലയനുണ്ട് അടുക്കളയുടെ പിന്നെ വന്ന് നിൽക്കണു. തമ്പ്രാൻ പറഞ്ഞിട്ടാ വന്നത് എന്നവൻ പറഞ്ഞു. അതുകൊണ്ടെന്താ, അവന് ചോറ് കൊടുക്കൂ. കളപ്പുരയിൽ വെച്ച് ചോറ് കൊടുക്കില്ലേ? എന്തിനാ അടുക്കളയുടെ പിന്നിലേക്ക് അയച്ചത്? ഇനി നാളെ അവനെ അടുക്കളയിൽ കയറ്റില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ ഒരു ദിവസം വരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. പുലയനും ബ്രാഹ്മണനും ഒന്നിച്ച് പന്തിഭോജനം നടത്തുന്ന ദിവസം വരും നങ്ങേലി. അന്നേ ഈ മലയാള ദേശം നന്നാവൂ. എൻ്റെ അച്ഛൻ ആഢ്യ ബ്രാഹ്മണനാണ്. നങ്ങേലി പൊട്ടിത്തെറിച്ചു. തൻ്റെ അച്ഛന് തലയിൽ 2 കൊമ്പുണ്ടല്ലോ ലേ? എൻ്റെ അച്ഛന് ആഢ്യൻ്റെ പൂണൂലുണ്ട്. 10 ചെറുമക്കളെ ജീവനോടെ ചുട്ടരിച്ച പുണ്യാത്മാവല്ലേ തൻ്റെ പിതാവ്. തൻ്റെ അച്ഛൻ്റെ പൂണൂലിൽ ചെറുമക്കളെ ചോരയാണ്. തൻ്റെ അച്ഛൻ്റെ ചരിത്രം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ വേളി കഴിക്കുമായിരുന്നില്ല. അല്പം കനത്ത സ്വരത്തിൽ അഗ്നിഹോത്രി പറഞ്ഞു. എൻ്റെ ഈശ്വര! അന്തർജനത്തിന് കരച്ചിൽ വന്നു. ഈശ്വരനെ മനസ്സിൽ തട്ടി വിളിക്കൂ. മനസ്സ് ശുദ്ധമാക്കി തരാൻ പ്രാർത്ഥിക്കൂ. പിന്നെ ആ പുലയന് അടുക്കള വരാന്തേ ചോറ് കൊടുക്കൂ കേട്ടോ. ഒട്ടും താമസിക്കണ്ട. അന്തർജനം കോപത്തോടെ ഭർത്താവിനെ നോക്കി. നിലത്തുറക്ക ചവിട്ടിക്കൊണ്ട് അവരകത്തേക്ക് നടന്നു. അഗ്നിഹോത്രി മുറ്റത്തിറങ്ങി തൊടിയിലേക്ക് നീട്ടി തുപ്പി തിരിച്ചു വന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി. ഹൈ ഹൈ